ഹലോ ആൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സിലബസിലെ പാർട്ട് 3 കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്ന പോർഷനാണ്. നമുക്ക് നോക്കാം. ഇതിനകത്ത് ബേസിക്കലി മെഷർമെന്റ് ആണ് വരുന്നത്. മെഷർമെന്റ് ഓഫ് ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്നുള്ള മെത്തഡോളജീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നത് നമുക്ക് പ്രഷർ മെഷർമെന്റ് ആണ്. മെഷർമെന്റ് ഓഫ് പ്രഷർ. നമുക്കറിയാം, പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് ഏരിയ. ഓക്കെ, യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രഷർ മെഷർമെന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് the pressure produces a measurable physical effect on a medium or an element. ഒരു മീഡിയത്തിലോ അല്ലെങ്കിൽ ഒരു എലമെന്റിലോ ഒരു ഫിസിക്കൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഏത്? പ്രഷർ ഒരു ഫിസിക്കൽ എഫക്ട് നമ്മൾ പ്രഷർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. അതിനെ മെഷർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രഷർ മെഷർമെന്റ് ചെയ്യുന്നത്. This effect can be in the form of a change in height of a liquid column, deformation of an elastic material, or variation in electrical properties. അതായത് ഈ ഫിസിക്കൽ എഫക്ട് എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ഓഫ് ലിക്വിഡ് കോളം ആവാം, അല്ലെങ്കിൽ ഡിഫോർമേഷൻ ഓഫ് ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ വേരിയേഷൻ ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതുപോലുള്ള ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആവാം. ഈ പറയുന്ന ഫിസിക്കൽ എഫക്റ്റുകളിൽ നിന്നാണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യാൻ പറ്റുന്നത്. These effects are then calibrated to indicate the magnitude of pressure. ഈ പറയുന്ന ഫിസിക്കൽ എഫക്റ്റിനെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രഷർ മെഷർ ചെയ്യുന്നത്. സോ ഇതാണ് പ്രഷർ മെഷർമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് എത്ര ടൈപ്പ് പ്രഷർ ഉണ്ടെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് പ്രഷേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ദ അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രഷർ മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു എ പെർഫെക്റ്റ് വാക്വം ഓർ സീറോ പ്രഷർ. സീറോ പ്രഷറിനെ അല്ലെങ്കിൽ വാക്വം പ്രഷറിനെ ബേസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുന്ന ഒരു പ്രഷറാണ് ഇത് അബ്സല്യൂട്ട് പ്രഷർ. ഇറ്റ് റെപ്രസെന്റ് ദ ട്രൂ പ്രഷർ ഓഫ് എ സിസ്റ്റം ആൻഡ് ഈസ് ഓൾവേസ് കൺസിഡർഡ് ആസ് പോസിറ്റീവ്. ഒരു സിസ്റ്റത്തിന്റെ ട്രൂ പ്രഷർ ആണ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് പി അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയറിക് പ്ലസ് പി ഗേജ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ എന്ന് നമുക്ക് എഴുതാം അബ്സല്യൂട്ട് പ്രഷറിനെ. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. നമുക്കറിയാം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ പ്രഷർ എക്സെപ്റ്റഡ് ബൈ ദ വെയിറ്റ് ഓഫ് എയർ ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ ഓൺ എനി സർഫസ്. അതായത് എയറിന്റെ വെയിറ്റ് എനി സർഫസ്, ഏതെങ്കിലും ഒരു സർഫസ്, എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഏതൊരു സർഫസിലേക്കും എയറിന്റെ വെയിറ്റ് കൊണ്ടുണ്ടാവുന്ന പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിട്ട് പറയുന്നത്. At sea level, the standard atmospheric pressure is 1 atmosphere, that is equal to 101.325 kilopascal. That is also equal to 760 millimeters of mercury. That is again equal to 14.7 psi. ഇതെല്ലാം പ്രഷറിന്റെ വിവിധതരം യൂണിറ്റുകളാണ്, എല്ലാം ഈക്വാലന്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി മൂന്നാമത്തേത് ഗേജ് പ്രഷർ ആണ്. Gauge pressure is the pressure measured relative to atmospheric pressure. It indicates how much pressure is above or below the atmospheric pressure. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മെഷർമെന്റ് ആണ് ഗേജ് പ്രഷർ. അത് എബവ് ആണോ ബിലോ ആണോ എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പി ഗേജ് ഈസ് ഈക്വൽ ടു പി അബ്സല്യൂട്ട് മൈനസ് പി അറ്റ്മോസ്ഫിയറിക്. ഇതാണ് നമ്മൾ ഗേജ് പ്രഷറിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തേത് വാക്വം പ്രഷർ ആണ്. വാക്വം പ്രഷർ ഈസ് ദ പ്രഷർ ബിലോ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് താഴെ വരുന്ന പ്രഷറിനെയാണ് നമ്മൾ വാക്വം പ്രഷർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യലി നെഗറ്റീവ് ഗേജ് പ്രഷർ ആൻഡ് ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് ദ പ്രഷർ ഈസ് ലെസ് ദാൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, നെഗറ്റീവ് ഗേജ് പ്രഷർ ആണ് നമ്മൾ വാക്വം പ്രഷർ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് പ്രഷർ ഈസ് ലെസ് ദാൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിൽ എത്ര താഴെയാണ് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഇത് വാക്വം പ്രഷർ എന്ന് പറയുന്നത്. പി വാക്വം ഇസ് ഈക്വൽ ടു പി അറ്റ്മോസ്ഫിയർ മൈനസ് പി അബ്സല്യൂട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള പ്രഷർ ടൈപ്പ് വരുന്നത്. ഇനി ഒരെണ്ണം കൂടെ നമുക്കുണ്ട്, ഡിഫറൻഷ്യൽ പ്രഷർ. ഓക്കെ, ഡിഫറൻഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പ്രഷർ പോയിന്റ്സ്. ഏതെങ്കിലും രണ്ട് പ്രഷർ പോയിന്റ്സ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും പ്രഷർ ടൈപ്സ് ആണ് നമുക്ക് ബേസിക്കലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് പ്രഷർ മെഷർമെന്റ് എന്താണ്, ഏതൊക്കെ ഡിവൈസ് ആണ്, എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ നെക്സ്റ്റ് വി ഹാവ് ദി പ്രഷർ മെഷർമെന്റ്. ഫസ്റ്റ് വൺ, മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്.
ഫസ്റ്റ് വൺ ഇസ് ദ മാനോമീറ്റർ. നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് മാനോമീറ്റർ എന്ന് പറയുന്നത്. A manometer is a device used to measure pressure by balancing it against a column of liquid. Okay, pressure measurement മാനോമീറ്ററിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ to measure pressure by balancing it against a column of liquid. ഒരു ലിക്വിഡ് കോളത്തിന് അഗൻസ്റ്റ് പ്രഷറിനെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് പ്രഷർ മെഷർമെന്റ് ചെയ്യപ്പെടുന്നത്. It works on the hydrostatic principle where the pressure is proportional to the height of the liquid column, that is P is equal to rho gh, where h is the height of the liquid column, g is the acceleration due to gravity, rho is the density. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രിൻസിപ്പിൾ വഴിയാണ് മാനോമീറ്റേഴ്സിലെല്ലാം എന്ത് ചെയ്യുന്നത്, പ്രഷർ മെഷർ ചെയ്യപ്പെടുന്നത്. പ്രഷറിന്റെ ഇക്വേഷൻ ഇതാണ്, P is equal to rho gh, where h is the height of the liquid column. പ്രഷറിനെ ഗിവൺ ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളത്തിന് അഗൻസ്റ്റ് ബാലൻസ് ചെയ്തുകൊണ്ടാണ് പ്രഷർ മെഷർമെന്റ് നടത്തപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എത്ര ടൈപ്പ് മാനോമീറ്റേഴ്സ് ഉണ്ട് എന്ന് നോക്കാം. ടൈപ്സ് ഓഫ് മാനോമീറ്റേഴ്സ്. ഒന്നാമത്തേത് സിമ്പിൾ മാനോമീറ്റർ ആണ്. യൂസ്ഡ് ടു മെഷർ പ്രഷർ അറ്റ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ മെഷർമെന്റ് നടത്തുന്നത് സിമ്പിൾ മാനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. യൂസ്ഡ് ടു മെഷർ പ്രഷർ അറ്റ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, എന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബ് മാനോമീറ്റർ ഒരു സിമ്പിൾ മാനോമീറ്ററിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. It consists of a U-shaped tube filled with liquid. One end is connected to the system and the other end is open to atmosphere. ഒരു എൻഡ് യൂട്യൂബ് മാനോമീറ്ററിൽ U-shaped tube ആണ്. It is filled with liquid. One end is connected to a point at which the pressure is to be measured and the other end is open to atmosphere. ഫിഗറിൽ നമുക്ക് രണ്ട് പാർട്ട് എയും ബിയും തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഗേജ് പ്രഷറാണ്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് വാക്വം പ്രഷറാണ്. നമുക്ക് കാണാവുന്നതാണ്. ബി എന്ന് പറയുന്ന പോയിന്റിലാണ് നമുക്ക് പ്രഷർ മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫിഗറിൽ ദ പ്രഷർ അറ്റ് ദ ബൾബ് സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് ഗേജ് പ്രഷർ ആണ്. ഒന്നാമത്തെ കേസിൽ പ്രഷർ അറ്റ് ദ ബൾബ് സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദി അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പുഷിംഗ് എഫക്ട് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് പ്രഷർ മെഷർമെന്റ് ചെയ്യുമ്പോൾ അത് ഗേജ് പ്രഷർ ആയിട്ട് വരും. So P gauge is equal to rho into G into H2 minus H1. H2 minus H1 എന്ന് പറയുന്നത് whichever is higher. H2 higher ആണ്, H1 എന്ന് പറയുന്നത് lower ആണ്. So H2 minus H1 എടുത്തു. ഇനി രണ്ടാമത്തെ ഫിഗറിൽ ഇൻ സെക്കൻഡ് ഫിഗർ ദ പ്രഷർ അറ്റ് ദ ബൾബ് സൈഡ് ഈസ് ലോവർ ദാൻ ദി അറ്റ്മോസ്ഫിയർ പ്രഷർ. ബൾബ് സൈഡിലെ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാൾ കുറവായതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇങ്ങോട്ടായിരിക്കും പുഷ് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ നമുക്ക് വരുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി കുറവായതുകൊണ്ട് എന്താണ് വാക്വം പ്രഷർ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് പറയാം. സോ പി വാക്വം ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി ഇൻറ്റു H1 മൈനസ് H2. ഒന്ന് H2 മൈനസ് H1 ആണ്, അടുത്തത് H1 മൈനസ് H2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന് രണ്ടും തമ്മിൽ ഒരു റെഡി റെക്കണർ ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ലിക്വിഡ് ലെവൽ, അതായത് ബൾബ് സൈഡിൽ കുറവാണോ പ്രഷർ, അല്ല ബൾബ് സൈഡ് കൂടുതലാണോ എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ പ്രഷറും പോയിന്റിലുള്ള പ്രഷറും തമ്മിലുള്ള റിലേഷൻ, അതായത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി കൂടുതലാണോ അതല്ല അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി കുറവാണോ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻസ് എന്ത് വരും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു ടേബിൾ ആക്കി ഒരു റെഫറൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് രണ്ടാമത്തേത് ടൈപ്പ് മാനോമീറ്റർ ടൈപ്പ് ആണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ്ഡ് ടു മെഷർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പ്രഷേഴ്സ്. ഏതെങ്കിലും രണ്ട് പ്രഷർ പോയിന്റ്സിലുള്ള പ്രഷർ തമ്മിലുള്ള ഡിഫറൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉപയോഗിക്കുന്നത്. ബോത്ത് എൻഡ്സ് ആർ കണക്റ്റഡ് ടു ടു ഡിഫറെന്റ് പോയിന്റ്സ് ഇൻ എ സിസ്റ്റം. എക്സാമ്പിൾ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാം, ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും, ഈ രണ്ട് പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കുക, ഡിഫറൻഷ്യൽ പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതില് ലെഫ്റ്റ് സൈഡ് നോക്കാം, ലൈറ്റർ ലിക്വിഡ് ആണ്. ലൈറ്റർ ലിക്വിഡ് എ, അതിന്റെ S1 എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. അപ്പൊ ഈ ലൈറ്റർ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി S1 ഇവിടെയുള്ള, അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന പാർട്ടിലും വേറൊരു ലൈറ്റർ ലിക്വിഡ് ഉണ്ട്, അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി S2 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ യൂട്യൂബിൽ ഫില്ല് ചെയ്തിട്ടുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു ഹെവിയർ ലിക്വിഡ് ആണ്. യൂഷ്വലി മെർക്കുറി ആണ് നമ്മൾ അതിൽ മാനോമെട്രിക് ലിക്വിഡ് ആയിട്ട് ഉപയോഗിക്കാറ്. ദാറ്റ് ഹാസ് ഗോട്ട് ഡെൻസർ ഓർ ഹെവിയർ ലിക്വിഡ് ആണ്. ഓക്കെ, the specific gravity is more. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ യൂട്യൂബ് മാനോമീറ്ററിന്റെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇറ്റ് യൂസസ് എ യൂട്യൂബ് ഫിൽഡ് വിത്ത് ഹെവി മാനോമെട്രിക് ലിക്വിഡ് ലൈക്ക് മെർക്കുറി.
The two ends of the U-tube are connected to points at two different pressures and the difference in liquid column heights give the pressure difference. അതായത് ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത് ഇപ്പൊ താഴെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറിനായിട്ട് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും ഒബ്സർവേഷൻ വരുന്നത്? കോളം ഹയർ ഓൺ സൈഡ് ബി പുഷ് വരുന്നതുകൊണ്ട് ബി സൈഡിൽ ബി എന്ന് പറയുന്ന സൈഡിലുള്ള കോളത്തിന്റെ ഹൈറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. So the equation will become a differential pressure PA minus PB is equal to rho m minus rho f into GH. Rho m എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് മെർക്കുറി, അതുപോലെ rho f എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് ദ ലൈറ്റർ ലിക്വിഡ് ഇൻറ്റു GH. ഇനി അതേസമയം ബി എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷറാണ് കൂടുതൽ, എ എന്ന് പറയുന്ന പോയിന്റിലെ പ്രഷർ കുറവാണെങ്കിൽ എന്തായിരിക്കും? ബേസ്ഡ് ഓൺ ദ പുഷിംഗ് എഫക്ട് ദ കോളം ഹയർ ഓൺ സൈഡ് എ എന്ന് പറയുന്ന സൈഡിൽ എന്തായിരിക്കും? ലിക്വിഡ് കോളത്തിന്റെ ഹൈറ്റ് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി ബി മൈനസ് പി എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ സെയിം ആണ്, പക്ഷെ എന്താണ് ഇത് ഓപ്പോസിറ്റ് സൈൻ, ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈഡ്. അതായത് പി ബി മൈനസ് പി എയും പി എ മൈനസ് പി ബിയും എന്താണ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിലും എന്താണ് സൈൻ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അത് കൺഫ്യൂഷൻ ആവരുത്. സോ ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. ഇനി മൂന്നാമത്തെ മാനോമെട്രിക് ടൈപ്പ് ആണ് ഇൻക്ലൈൻഡ് മാനോമീറ്റർ, എ മോഡിഫൈഡ് സിമ്പിൾ മാനോമീറ്റർ വേർ ദ ട്യൂബ് ഈസ് ഇൻക്ലൈൻഡ് ടു ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വെരി സ്മോൾ പ്രഷർ ഡിഫറൻസ്. വളരെ ചെറിയ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാനോമെട്രിക് ടൈപ്പ് ആണ് ഇത്, ഇൻക്ലൈൻഡ് മാനോമീറ്റർ. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് വരുന്നത് single column manometer, which is where one limb is enlarged, that is a reservoir type, reducing reading errors and improving accuracy for small pressure measurements. ചെറിയ പ്രഷർ മെഷർമെന്റ്സിനെല്ലാം അക്യുറസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പാണ് സിംഗിൾ കോളം മാനോമീറ്റർ. അപ്പൊ ബേസിക്കലി മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ആർ സിമ്പിൾ ആൻഡ് അക്യുറേറ്റ് ഡിവൈസസ് മെയിൻലി യൂസ്ഡ് ഫോർ ലോ പ്രഷർ മെഷർമെന്റ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ലോ പ്രഷർ മെഷർമെന്റ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഇത് മാനോമീറ്റേഴ്സ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ മാനോമീറ്റേഴ്സ് ഉണ്ട് എന്ന് പഠിച്ചു. സിമ്പിൾ മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഇൻക്ലൈൻഡ് മാനോമീറ്റർ, സിംഗിൾ കോളം മാനോമീറ്റർ. ഇതാണ് വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാനോമെട്രിക് ടൈപ്സ്. ഓക്കെ, റൈറ്റ് സൈഡിൽ ഈ സൈഡിൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കാണിച്ചിട്ടുള്ളത് സിംഗിൾ കോളം മാനോമീറ്റർ ആണ്, റിസർവോയർ ടൈപ്പ്. രണ്ടാമത്തെ താഴെ കാണിച്ചിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ട്യൂബ് മാനോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രഷർ മെഷർമെന്റ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ ടൈപ്പ് മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളതിൽ നമ്മൾ മാനോമീറ്റർ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് എലാസ്റ്റിക് എലമെന്റ് ഗേജ്, അതായത് മെക്കാനിക്കൽ ഡിഫോർമേഷൻ. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ വഴി നമ്മൾ ഫിസിക്കൽ എഫക്ട് ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇത്, ഇലാസ്റ്റിക് എലമെന്റ് ഗേജ്. Elastic element gauge measure pressure by the deformation of an elastic material when subjected to pressure. ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിന് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വരുന്ന ഡിഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രഷർ മെഷർ ചെയ്യുന്ന മെത്തേഡാണ് ഇത്, ഇലാസ്റ്റിക് എലമെന്റ് ഗേജസ്. The deformation is proportional to the applied pressure and is converted into pointer movement. Deformation is proportional to the applied pressure and is converted into pointer movement. അതായത് നമുക്ക് ബോർഡൻ ട്യൂബ് ഗേജ്, അതുപോലെ തന്നെ ഡയഫ്രം ഗേജ്, അതുപോലെ തന്നെ ബെല്ലോ ഗേജ്, ഇതിലെല്ലാം എന്താണ് ഈ പറയുന്ന ഇലാസ്റ്റിക് മെറ്റീരിയലിന് സംഭവിക്കുന്ന ഡിഫർമേഷൻ ഒരു പോയിന്റർ മൂവ്മെന്റ് ആക്കിക്കൊണ്ട് കൺവെർട്ട് ചെയ്യപ്പെടും. അങ്ങനെയാണ് നമ്മളിവിടെ പ്രഷർ മെഷർമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടൈപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ്. ഫിഗർ കാണിച്ചിട്ടുണ്ട്, ബോർഡൻ ട്യൂബ് പ്രഷർ ഗേജ്. ഓക്കെ, ഇതിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്. പ്രഷർ എന്റേഴ്സ് ത്രൂ ദ സോക്കറ്റ് ഇൻ ടു ദ കർവ്ഡ് ബോർഡൻ ട്യൂബ് കോസിംഗ് ഇറ്റ് ടു ടെൻഡ് ടു സ്ട്രെയിറ്റൻ ഡ്യൂ ടു ഇന്റേണൽ പ്രഷർ. അതായത് ഇവിടെ ഈ ഒരു പോർഷൻ ഫിഗറിൽ ഇപ്പൊ താഴെ ഈ ഒരു സോക്കറ്റ് എന്ന് പറയുന്ന പോർഷനിലൂടെ എന്ത് ചെയ്യും, പ്രഷർ എൻ്റർ ചെയ്യും. പ്രഷർ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു കർവ്, ഈ ട്യൂബ് എന്ന് പറയുന്ന ഒരു കർവ് ആയിട്ടുള്ള ട്യൂബ് എന്ത് ചെയ്യും, ദാറ്റ് വിൽ ബി ടെൻഡിങ് ടു സ്ട്രെയിറ്റൻ. ഓക്കെ, ഡ്യൂ ടു ഇന്റേണൽ പ്രഷർ. The free end or tip of the tube moves outwards and this motion is transmitted through the link and sector gear. അതായത് ഇവിടെ the free end of the tube എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് ടിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രീ എൻഡ് എന്ത് ചെയ്യും, ഫ്രീ എൻഡ് അല്ലെങ്കിൽ ടിപ്പ് എന്ന് പറയുന്നത് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും.
അപ്പൊ ഇവിടെ ഒരു ഗിയർ മെക്കാനിസം, സെഗ്മെന്റൽ ലിവർ എന്ന് പറഞ്ഞിട്ട് ഒരു മെക്കാനിസം ഇവിടെ ഉണ്ട്. ഓക്കെ, സെക്ടർ അതുപോലെ സെഗ്മെന്റ് ലിവർ, സെക്ടർ ഗിയർ എല്ലാം ഇവിടെ ഒരു ചെറിയൊരു മെക്കാനിസം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു ടിപ്പിന്റെ മൂവ്മെന്റ് ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ട്രാൻസ്മിഷൻ വഴി ഇവിടെ ഒരു പിനിയൻ ഗിയർ ഉണ്ട്. ആ പിനിയൻ ഗിയർ വഴി എന്ത് ചെയ്യും, ഇവിടെയുള്ള നീഡിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ് നമുക്ക് ആ പോയിന്റർ മൂവ്മെന്റ് കിട്ടുന്നത്. ആ പോയിന്റ് മൂവ്മെന്റ് വഴി നമുക്ക് എത്രയാണ് പ്രഷർ എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. The sector rotates the pinion, which in turn moves the pointer over the calibrated scale. The amount of tube deformation is converted into a pressure reading on the dial. Dial ഒരു pressure reading ആക്കിക്കൊണ്ട് നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. So this is what is done in Borden tube pressure gauge. ഇനി അടുത്തതാണ് ഡയഫ്രം ഗേജ്. ഡയഫ്രം ഗേജ് എന്ന് പറയുന്നത് ഇറ്റ് യൂസസ് എ തിൻ ഫ്ലെക്സിബിൾ മെംബ്രെയിൻ ദാറ്റ് ഡിഫ്ലക്ട്സ് വെൻ പ്രഷർ ഈസ് അപ്ലൈഡ്. ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലെക്സിബിൾ മെംബ്രെയിൻ ആണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഫ്ലെക്സിബിൾ മെംബ്രെയിൻ എന്ത് ചെയ്യും, പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദാറ്റ് വിൽ ബി ഡിഫ്ലക്റ്റിംഗ്. ദ പ്രഷർ ആക്ട്സ് ഓൺ ദ ഡയഫ്രം causing it to deflect. The elastic element transmits this deflection to the pointer mechanism and the deflection is proportional to the applied pressure and diaphragm deflection is shown as pressure on the dial. ഇവിടെ എന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, ഡയഫ്രം ഗേജിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. ഒരു ഡയഫ്രം ഉണ്ട്. അപ്പൊ ആ ഡയഫ്രം എന്ത് ചെയ്യും, ഡയഫ്രം ഡിഫ്ലക്ട് ചെയ്യും. ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ എലാസ്റ്റിക് മൂവ്മെന്റ് വഴി എന്ത് ചെയ്യും, ഇങ്ങോട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. സോ ദാറ്റ് വിൽ ബി ഔട്ട്പുട്ടിംഗ് ആസ് ദ മൂവ്മെന്റ് ഓഫ് ദ പോയിന്റർ. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലോ പ്രഷർ ആൻഡ് ഡിഫറൻഷ്യൽ പ്രഷർ മെഷർമെന്റ്. അതായത് ലോ പ്രഷറും ഡിഫറൻഷ്യൽ പ്രഷർ മെഷർമെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ് ഇത് ഡയഫ്രം പ്രഷർ ഗേജ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ബെല്ലോസ് ഗേജ്. ബെല്ലോസ് ഗേജിന് ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു ബെല്ലോസ് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, in bellow gauge pressure is applied at the bottom causing the bellows to expand or contract depending upon the pressure. അതായത് ഈ പറയുന്ന ബെല്ലോ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. അത് കോൺട്രാക്ട് ചെയ്യോ അതല്ല എക്സ്പാൻഡ് ചെയ്യോ എന്നുള്ളത് നമ്മൾ എത്ര പ്രഷറാണ് നമ്മൾ താഴെ ഇതുവഴി നമ്മൾ എത്ര പ്രഷർ ആണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് അത് എക്സ്പാൻഡ് ചെയ്യോ അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യോ ചെയ്യും. The movement of the bellows is transmitted to the linkage connected to the pointer and this displacement moves pointer over the calibrated scale. Okay, movement of the bellows is transmitted to the linkage connected to the pointer and this displacement moves the pointer over the calibrated scale. അതായത് ഇവിടെ ഒരു കാലിബ്രേറ്റഡ് സ്കെയിൽ ഉണ്ട്. അതുപോലെ ഈ ബെല്ലോസിൽ നിന്ന് ഈ മൂവ്മെന്റ് ഈ ലിവർ വഴി പോയിന്ററിലേക്ക് എത്തും. അപ്പൊ പോയിന്റർ എന്ത് ചെയ്യും, ഇവിടെ ഡിഫ്ലക്ട് ആവും. ആ ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ ഈ കാലിബ്രേറ്റഡ് സ്കെയിലിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രഷർ മെഷർമെന്റ് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ബെല്ലോസ് ഗേജ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് നമുക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് നോക്കാം. അതിനകത്ത് നമുക്ക് സ്ട്രെയിൻ ഗേജ് മാത്രമേ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളൂ. സ്ട്രെയിൻ ഗേജ് ട്രാൻസ്ഡ്യൂസർ. A strain gauge transducer is a pressure measuring device that converts pressure into an electrical signal using the principle of strain. Principle of strain വഴി പ്രഷറിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷറിംഗ് ഡിവൈസ് ആണ് ഇത് സ്ട്രെയിൻ ഗേജ് ട്രാൻസ്ഡ്യൂസർ. നമുക്കിവിടെ കാണാം സ്ട്രെയിൻ ഗേജ് ട്രാൻസ്ഡ്യൂസർ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ അത് ഒരു ബീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിന്റെ സർക്യൂട്ടും ഇവിടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ P1 എന്ന് പറയുന്ന ഒരു പ്രഷർ നമ്മൾ താഴെ ഈ ഒരു സ്ലോട്ട് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. Pressure is applied to a diaphragm, causing it to deform. Strain gauges bonded on the diaphragm experience this deformation, leading to a change in electrical resistance. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുറെ 1, അതുപോലെ 2, 3 ഈ 3 സ്ട്രെയിൻ ഗേജ് ഈ ഒരു ഡയഫ്രം ഇവിടെ ഹാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷനാണ് നമുക്ക് ഡയഫ്രം വരുന്നത്. അപ്പൊ നമ്മളെ ഡയഫ്രത്തിന്റെ താഴെയുള്ള ഓപ്പണിംഗ് വഴി നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഡയഫ്രം എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. ആ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും, ഈ സ്ട്രെയിൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ട്രെയിൻ ഗേജ് ആ ഡിഫ്ലക്ഷനെ സെൻസ് ചെയ്യും. സെൻസ് ചെയ്തിട്ട് ദിസ് ചേഞ്ച് ഈസ് ഡിറ്റക്ടഡ് യൂസിങ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അതായത് strain gauges bonded on the diaphragm experience this deformation leading to a change in electrical resistance.
അപ്പോൾ സ്ട്രെയിൻ ഗേജിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൽ ഒരു ചേഞ്ച് വരും ഈ ഡിഫോർമേഷൻ കാരണം. ഓക്കെ, ഈ ചേഞ്ച് എവിടെ ഡിറ്റക്ട് ചെയ്യും? ഇറ്റ് ഈസ് ഡിറ്റക്ടഡ് യൂസിങ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് സർക്യൂട്ട് ആൻഡ് കൺവേർട്ടഡ് ഇൻടു മെഷറബിൾ വോൾട്ടേജ് പ്രപ്പോർഷണൽ ടു പ്രഷർ. ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ അതൊരു മെഷറബിൾ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പൊ ആ വോൾട്ടേജ് മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് എത്രയാണ് പ്രഷർ അവിടെ ആക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് നമ്മൾ ഇവിടെ സ്ട്രെയിൻ ഗേജ് ഉപയോഗിക്കുന്നത്, സ്ട്രെയിൻ ഗേജ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കുന്നത് യൂസ്ഡ് ഇൻ ലോഡ് സെൽസ്, പ്രഷർ സെൻസേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെന്റേഷൻ ഡ്യൂ ടു ഹൈ അക്യുറസി ആൻഡ് ഫാസ്റ്റ് റെസ്പോൺസ്. അതിന്റെ ഹൈ അക്യുറസിയും ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസും കൊണ്ട് നമ്മൾ പ്രഷർ സെൻസേഴ്സിലും അതുപോലെ തന്നെ ലോഡ് സെല്ലിലെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഈ പറയുന്ന പ്രഷർ സ്ട്രെയിൻ ഗേജ് ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പ്രഷർ മെഷർമെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വാക്വം പ്രഷർ, ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാം നോർമൽ പ്രഷറാണ്. ഇനി നമ്മൾ വാക്വം പ്രഷർ ബിലോ അറ്റ്മോസ്ഫിയർ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് നോക്കാം. വാക്വം പ്രഷർ മെഷർമെന്റ് റിഫേഴ്സ് ടു മെഷറിംഗ് പ്രഷേഴ്സ് ബിലോ അറ്റ്മോസ്ഫിയർ പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷറിന് താഴെ പ്രഷർ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ വാക്വം പ്രഷർ എന്ന് പറയുന്നത്. Okay, it is commonly used in systems like condensers, vacuum pumps, refrigeration units, etc. കണ്ടൻസറിലും അതുപോലെ വാക്വം പമ്പിലും റെഫ്രിജറേഷൻ യൂണിറ്റുകളിലെല്ലാമാണ് നമ്മൾ കോമൺ ആയിട്ട് വാക്വം പ്രഷർ നമ്മൾ മെഷർ ചെയ്യേണ്ടി വരുന്നത്. ഇനി വാക്വം പ്രഷർ എന്ന് പറയുമ്പോൾ അതിന് കുറെ റേഞ്ചസ് ഉണ്ട്. ഈ പറയുന്ന റേഞ്ചസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ലോ വാക്വം. അവിടെ നമുക്ക് പ്രഷർ അപ് ടു അബൌട്ട് 1 ടോർ. ടോർ എന്ന് പറയുന്നത് വാക്വം പ്രഷർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. 1 അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് 760 ടോർ ആണ്, ഓർത്ത് വെക്കുക. സോ ടോർ ഈസ് ദ യൂണിറ്റ് ഓഫ് പ്രഷർ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ വാക്വം പ്രഷർ മെഷർമെന്റ്. അപ്പൊ അപ് ടു 1 ടോർ ആണെങ്കിൽ നമ്മൾ അതിനെ ലോ വാക്വം എന്ന് പറയുന്നത്. അപ് ടു 1 ടോർ തൊട്ട് 10⁻³ വരെ ആണെങ്കിൽ അതിനെ മീഡിയം വാക്വം എന്ന് പറയും. ഹൈ വാക്വം എന്ന് പറയുമ്പോൾ 10⁻³ തൊട്ട് 10⁻7 ടോർ വരെ ആകുമ്പോൾ നമ്മൾ അതിനെ ഹൈ വാക്വം എന്ന് പറയും. അതുപോലെ തന്നെ അൾട്രാ ഹൈ വാക്വം ആണെങ്കിൽ ദാറ്റ് ഈസ് ബിലോ 10⁻7 ടോർ. അപ്പൊ ഇതാണ് നമുക്ക് ടിപ്പിക്കൽ ആയിട്ടുള്ള വാക്വം പ്രഷറിന്റെ റേഞ്ചസ്. ഇതെങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യുന്നത് നോക്കാം. ഡിവൈസസ് യൂസ്ഡ് ഫോർ വാക്വം മെഷർമെന്റ്. ഒന്നാമത്തേത് മാനോമീറ്റർ തന്നെയാണ്, യൂസ്ഡ് ഫോർ ലോ വാക്വം മെഷർമെന്റ്. ലോ വാക്വം മെഷർമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് മാനോമീറ്റർ. അതുപോലെ തന്നെ ബോർഡൻ ട്യൂബ് വാക്വം ഗേജ് യൂസ്ഡ് ഫോർ മോഡറേറ്റ് വാക്വം. ലോ ടു മോഡറേറ്റ് വാക്വം മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബോർഡൻ ട്യൂബ് വാക്വം ഗേജ്. ഇനി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് മക്ലിയോഡ് ഗേജ്. മക്ലിയോഡ് ഗേജ് ഈസ് യൂസ്ഡ് ടു മെഷർ ലോ വാക്വം പ്രഷർ ബൈ കംപ്രസിംഗ് എ നോൺ വോളിയം ഓഫ് ഗ്യാസ് യൂസിങ് മെർക്കുറി. ഒരു നോൺ വോളിയം ഓഫ് ഗ്യാസിനെ മെർക്കുറി ഉപയോഗിച്ചുകൊണ്ട് കംപ്രസ് ചെയ്തുകൊണ്ട് വാക്വം പ്രഷർ, ലോ വാക്വം പ്രഷർ മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മക്ലിയോഡ് ഗേജ്. It is highly accurate but cannot measure condensable vapors if the gas contains condensable vapors like water vapor. അതായത് ഗ്യാസിൽ കണ്ടൻസ് ചെയ്യപ്പെടാവുന്ന വേപ്പേഴ്സ് പ്രസന്റ് ആണെങ്കിൽ നമുക്ക് ഈ മക്ലിയോഡ് ഗേജ് വെച്ചിട്ട് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ പറയുന്ന വാട്ടർ വേപ്പർ അല്ലെങ്കിൽ കണ്ടൻസിബിൾ വേപ്പേഴ്സ് എന്ത് ചെയ്യും? അത് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആയിട്ട് മാറും. ലിക്വിഡ് ആയിട്ട് മാറുമ്പോൾ എന്താണ്? ബോയിൽസ് ലോ അവിടെ വയലേറ്റ് ചെയ്യും. ബേസിക്കലി മക്ലിയോഡ് ഗേജ് ബോയിൽസ് ലോ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ലിക്വിഡ് ആക്കി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? നോ ലോങ്ങർ ഒബേ ബോയിൽസ് ലോ. അതുകൊണ്ട് അത് വാലിഡ് ആയിരിക്കില്ല. അതുകൊണ്ട് കണ്ടൻസബിൾ വേപ്പേഴ്സ് ഉള്ള ഗ്യാസിന്റെ ഒന്നും പ്രഷർ നമുക്ക് മക്ലിയോഡ് ഗേജ് വെച്ചുകൊണ്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത് വരുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി ഗേജസ് അല്ലെങ്കിൽ നമ്മുടെ പിരാനി ഗേജ് എന്ന് പറയും. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ് ആണ്. A Pirani gauge is mainly used for low to medium vacuum, that is about 10⁻0 to 10⁻³ torr. Okay, Pirani gauge is mainly used for low to medium vacuum. It works on the principle that thermal conductivity of gas decreases with the pressure. ഗ്യാസിന്റെ thermal conductivity പ്രഷറിന് അനുസരിച്ച് കുറയുന്നു എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കി വർക്ക് ചെയ്യുന്നതാണ് ഇത് തെർമൽ കണ്ടക്ടിവിറ്റി ഗേജ് അല്ലെങ്കിൽ പിരാനി ഗേജ്. A heated filament loses heat to surroundings. A heated filament loses heat to surrounding gas, and as pressure drops, heat loss reduces, causing a change in filament resistance, which is used to measure the pressure. ശ്രദ്ധിക്കേണ്ട കാര്യം, heated filament loses heat to surrounding gas. ഒരു heated filament ആണ് ഈ പിരാനി ഗേജിൽ മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ്. ആ heated filament എന്ത് ചെയ്യും? Loses heat to the surrounding gas. ഈ heated element
it will be losing heat to the surrounding gas. അപ്പോൾ സറൗണ്ടിങ് ഗ്യാസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ എന്ത് ചെയ്യും? as the pressure drops the heat loss reduces. പ്രഷർ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഹീറ്റ് ലോസും കുറയും, causing a change in filament resistance. ഈ പറയുന്ന ഹീറ്റ് ലോസ് റെഡ്യൂസ് ആവുന്നതുകൊണ്ട് ഫിലമെന്റിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിൽ എന്ത് ചെയ്യും? ചേഞ്ച് വരും. It is used to measure the pressure. അപ്പോൾ പ്രഷർ വേരിയേഷൻ അനുസരിച്ച് ഹീറ്റ് ലോസിൽ മാറ്റം വരുന്നു. ഈ ഹീറ്റ് ലോസ് മാറ്റം വരുന്നതനുസരിച്ച് ഫിലമെന്റ് ഇന്റേണൽ ഫിലമെന്റ് റെസിസ്റ്റൻസിൽ മാറ്റം വരുന്നു. എത്ര കണ്ട് റെസിസ്റ്റൻസിന്റെ ഫിലമെന്റിന്റെ റെസിസ്റ്റൻസ് മാറുന്നു എന്നുള്ളതനുസരിച്ച് നമുക്ക് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഡൺ ഇൻ Pirani gauge. ഇനി അടുത്ത് വരുന്നത് അയണൈസേഷൻ ഗേജസ്. അയണൈസേഷൻ ഗേജസ് ആർ യൂസ്ഡ് ടു മെഷർ ഹൈ ആൻഡ് അൾട്രാ ഹൈ വാക്വം. ഹൈ അല്ലെങ്കിൽ അൾട്രാ ഹൈ വാക്വം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? അയണൈസേഷൻ ഗേജ്. ദേ വർക്ക് ബൈ അയണൈസിംഗ് ഗ്യാസ് മോളിക്യൂൾസ് യൂസിംഗ് ഇലക്ട്രോൺസ് ആൻഡ് അയൺസ് പ്രൊഡ്യൂസ് ജനറേറ്റ് എ കറന്റ് പ്രൊപ്പോർഷണൽ ടു പ്രഷർ. They work by ionizing gas molecules using electron. ഇലക്ട്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഗ്യാസ് മോളിക്യൂൾസിനെ എന്ത് ചെയ്യുന്നു? അയണൈസ് ചെയ്യുന്നു. അങ്ങനെ അയണൈസ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യപ്പെടുന്ന അയോൺസ് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യും. ഈ പ്രഷറിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. ലോവർ പ്രഷർ ഗീവ്സ് ഫ്യൂവർ അയോൺസ് ആൻഡ് ഹാൻഡ് സ്മാളർ കറന്റ് വിച്ച് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ വാക്വം ലെവൽ. അതായത് പ്രഷർ ലോ ആണ്, അപ്ലൈഡ് പ്രഷർ ലോ ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് അയൺസ് മാത്രമേ ജനറേറ്റ് ആവുള്ളൂ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അതിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള കറണ്ടും കുറവായിരിക്കും. അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ വാക്വം ലെവൽ. ഇനി നമുക്ക് അടുത്ത് വരുന്നത് ഫ്ലോ മെഷർമെന്റ് ആണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ് പാസിംഗ് ത്രൂ എ ക്രോസ് സെക്ഷൻ പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസിന്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റ്, വോളിയം ഫ്ലോ റേറ്റ് എന്നെല്ലാം പറയുന്നത്. അതെങ്ങനെ മെഷർ ചെയ്ത് നോക്കാം. ഒന്നാമത്തേത് ഡിഫറൻഷ്യൽ പ്രഷർ ഡിവൈസസ്. ഡിഫറൻഷ്യൽ പ്രഷർ ഡിവൈസസ്. ഇപ്പോ ദീസ് ഡിവൈസസ് വർക്ക്സ് ഓൺ ബെർണോളിസ് പ്രിൻസിപ്പിൾ വേർ പ്രഷർ ഡ്രോപ്പ് ഈസ് ക്രിയേറ്റഡ് ഡ്യൂ ടു ഫ്ലോ റെസ്ട്രിക്ഷൻ. ഒരു ഫ്ലോ റെസ്ട്രിക്ഷൻ കൊണ്ട് പ്രഷർ ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രഷർ മെഷർ ചെയ്യാനായിട്ടുള്ള സംവിധാനമാണ് ഇത്, ഡിഫറൻഷ്യൽ പ്രഷർ ഡിവൈസ്. ദ ഫ്ലോ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദ പ്രഷർ ഡിഫറൻസ്. അവിടെയുള്ള പ്രഷർ ഡ്രോപ്പ് അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസിന്റെ സ്ക്വയർ റൂട്ടും എന്താണ്? ഫ്ലോ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ദി പ്രഷർ ഡിഫറൻസ്. അപ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന പ്രഷർ മെഷർമെന്റ് ഡിവൈസ് ഏതൊക്കെയാ നോക്കാം. ഒന്നാമത്തേത് വെഞ്ചൂറി മീറ്റർ, രണ്ടാമത്തേത് ഓറിഫൈസ് മീറ്റർ, മൂന്നാമത്തേത് ഫ്ലോ നോസിൽ. ഇതെല്ലാം നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള തന്നെയാണ്. വെഞ്ചൂറിയും ഓറിഫൈസും അതുപോലെ ഫ്ലോ നോസിലെല്ലാം. നമുക്ക് ഓരോന്നായിട്ട് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ഓറിഫൈസ് മീറ്റർ. ഓറിഫൈസ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ തിൻ പ്ലേറ്റ് വിത്ത് എ ഷാർപ്പ് എഡ്ജ്ഡ് ഹോൾ പ്ലേസ്ഡ് ഇൻ ദ പൈപ്പ് causing a sudden restriction causing velocity to increase resulting in a pressure drop. ഒരു പൈപ്പ് ഫ്ലോയില് അല്ലെങ്കിൽ ഒരു സ്ട്രീം ലൈനില് ഒരു പൈപ്പ് ലൈനില് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഷാർപ്പ് എഡ്ജ്ഡ് ഹോൾ ഉള്ള ഒരു പ്ലേറ്റ് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ വെക്കുന്നുണ്ട് എന്ത് ചെയ്യും? സഡൻ ആയിട്ട് ഫ്ലോ അവിടെ അറസ്റ്റ് ആവും അല്ലെങ്കിൽ റെസ്ട്രിക്ട് ആവും. സോ കോസിംഗ് വെലോസിറ്റി ടു ഇൻക്രീസ് ആൻഡ് റിസൾട്ടിങ് ഇൻ പ്രഷർ ഡ്രോപ്പ്. അതായത് ഏരിയ കുറയുമ്പോൾ എന്ത് ചെയ്യും? വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുക മാത്രമല്ല, ദാറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ എ പ്രഷർ ഡ്രോപ്പ്. The flow rate is calculated using the pressure difference based on Bernoulli's equation like Q is equal to CD into AO into root of 2 delta P divided by rho. Rho എന്ന് പറയുന്ന ഡെൻസിറ്റി, AO എന്ന് പറയുന്ന ഏരിയ ഓഫ് ഓറിഫൈസ്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് CD, ഡെൽറ്റ P is the pressure difference. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഓറിഫൈസ് മീറ്റർ, വെഞ്ചൂറി എല്ലാം. ഇനി ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജിന്റെ റേഞ്ച് വരുന്നത് 0.6 തൊട്ട് 0.65 വരെയാണ്. ഓറിഫൈസ് മീറ്ററിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് റേഞ്ച് വരുന്നത് 0.6 തൊട്ട് 0.65 ആണ്. നിങ്ങൾ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക. എക്സാമിന് ഇങ്ങനെ പിൻ പോയിന്റഡ് ആയിട്ട് ചിലപ്പോൾ സി ഡിയുടെ റേഞ്ച് ഒക്കെ ചോദിക്കും. ഓർത്ത് വെക്കുക, 0.6 തൊട്ട് 0.65 വരെയാണ് ഇതിന്റെ റേഞ്ച്. ഇനി അടുത്ത ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് വെഞ്ചൂറി മീറ്റർ ആണ്. ഇറ്റ് ഹാസ് ഗ്രാജുവലി കൺവെർജിംഗ് സെക്ഷൻ, ത്രോട്ട് and diverging section fitted in a pipeline which reduces pressure smoothly. അതായത് ഒരു കൺവേർജിംഗ് ഡൈവേർജിംഗ് സെക്ഷൻ ആണ് വെഞ്ചൂറി മീറ്റർ എന്ന് പറയുമ്പോൾ. ഇറ്റ് ഹാസ് ഗ്രാജുവലി കൺവേർജിംഗ് സെക്ഷൻ, ത്രോട്ട് ആൻഡ് ഡൈവേർജിംഗ് സെക്ഷൻ ഫിറ്റഡ് ഇൻ എ പൈപ്പ്ലൈൻ വിച്ച് റെഡ്യൂസസ് പ്രഷർ സ്മൂത്ത്ലി. വളരെ സ്മൂത്ത് ആയിട്ട് പ്രഷർ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനാണ് നമ്മൾ കൺവേർജിംഗ്
ത്രോട്ട് ഡൈവേർജിങ്. ഓക്കെ, സഡൻ ആയിട്ടുള്ള ഒരു പ്രഷർ ഡ്രോപ്പ് അല്ല. ദ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് is used to measure the coefficient of discharge CD, which is given by 0.95 to 0.99. പ്രഷർ ഡിഫറൻസും ഇൻലെറ്റും എക്സിറ്റും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ ഫ്ലോ മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ഇക്വേഷൻ ആണ് Q is equal to CD into AT into root of 2 into P1 minus P2 divided by rho into 1 minus AT divided by A1 whole square. AT എന്ന് പറയുന്ന ഏരിയ ഓഫ് ത്രോട്ട്, A1 എന്ന് പറയുന്ന ഇൻലെറ്റ് ഏരിയ, and rho is the density. Okay, so that is about വെഞ്ചൂരിമീറ്റർ. എന്റെ CD വാല്യൂ വരുന്നത് 0.95 to 0.99 വരെയാണ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആണ് ഫ്ലോ നോസിൽ. ഫ്ലോ നോസിൽ is similar to വെഞ്ചൂരിമീറ്റർ ബട്ട് വിത്തൗട്ട് എ ഡൈവർജിങ് സെക്ഷൻ. അതായത് ഒരു കൺവെർജിങ്ങും ത്രോട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ ഫ്ലോ നോസിൽ, ഡൈവർജിങ് സെക്ഷൻ ഉണ്ടാവില്ല. അതാണ് വെഞ്ചൂരിമീറ്ററും ഫ്ലോ നോസിലും തമ്മിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. It is used where high velocity flow occurs like a steam line. Steam line പോലുള്ള high velocity ലൈൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലോ നോസിൽ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടാമത്തേത് വേരിയബിൾ ഏരിയ ഫ്ലോ മീറ്റർ. വേരിയബിൾ ഏരിയ ഫ്ലോ മീറ്റർ, അതിനെ നമ്മൾ റോട്ടാമീറ്റർ എന്നും പറയും, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. A float rises in the tapered tube due to flow and its position indicates the flow rate. ഒരു ഫ്ലോട്ട്, ഒരു ടാപ്പേർഡ് ട്യൂബ് ഈ ഫ്ലോയുടെ എഫക്ട് കൊണ്ട് മുകളിലേക്ക് കയറി പോകുന്നു. ദ പൊസിഷൻ ഓഫ് ഫ്ലോട്ട് ഇൻഡിക്കേറ്റ്സ് ദ ഫ്ലോ റേറ്റ്. അതായത് ആ ഫ്ലോട്ട് എവിടെയാണോ ആ ടാപ്പേർഡ് ട്യൂബിൽ നിൽക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദ ഏരിയ ഇൻക്രീസസ് വിത്ത് ഫ്ലോ കീപ്പിംഗ് ദ പ്രഷർ ഡ്രോപ്പ് നിയർലി കോൺസ്റ്റന്റ്. അടുത്തതിൽ ഇതിന്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് റോട്ടോമീറ്ററിന്റെ ഫിഗർ, ഇതാണ് ടാപ്പേർഡ് ട്യൂബ്. ഓക്കെ, ഇതിനകത്തൊരു കാലിബ്രേറ്റഡ് ട്യൂബ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്ലൂയിഡ് ഫ്ലോ ഇതിലൂടെ വന്ന് ഇതിലൂടെ എന്ത് ചെയ്യും, എൻ്റർ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് റോട്ടാമീറ്ററിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വരുന്നത്. Fluid enters from the bottom and flows upwards. The float arises until the upward force, that is the fluid velocity, balances the downward force. അതായത് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നുണ്ട് ഫ്ലൂയിഡ്, കുറെ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ ഗ്രാവിറ്റി കൊണ്ട് അതിന്റെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. അപ്പോ ഈ പറയുന്ന അപ്വേർഡ് ഫോഴ്സും ഡൗൺവേർഡ് ഫോഴ്സും തമ്മിൽ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിനകത്ത് പ്രഷർ മെഷർ ചെയ്യാൻ പറ്റുന്നത്. The float's position corresponds to the flow rate. The flow rate is read directly from a calibrated scale on the tube at a float stable position. ഇവിടെ ഒരു കാലിബ്രേറ്റഡ് സ്കെയിൽ ഉണ്ട്. എവിടെയാണോ ഫ്ലോട്ട് വന്ന് നിൽക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെവൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ഹൗ റോട്ടാമീറ്റർ ഈസ് യൂസ്ഡ്. ഇനി മൂന്നാമത്തെ വരുന്നത് ടർബൈൻ ഫ്ലോ മീറ്റർ. A turbine flow meter is a velocity type device where fluid passes through a rotor with blades. ടർബൈൻ ഫ്ലോ മീറ്റർ എന്ന് പറയുന്നതും ഒരു ഫ്ലോ മീറ്റർ, ഫ്ലോ മെഷർമെന്റ് മീറ്റർ ആണ്. ഇറ്റ് ഈസ് എ വെലോസിറ്റി ടൈപ്പ് ഡിവൈസ് വേർ ഫ്ലൂയിഡ് പാസസ് ത്രൂ എ റോട്ടർ വിത്ത് ബ്ലേഡ്സ്. ഒരു ലൈനിൽ ഒരു റോട്ടർ ഉണ്ടാവും, റോട്ടർ വിത്ത് ബ്ലേഡ്സ് ഉണ്ടാവും. ഓക്കെ, അതിലൂടെ എന്ത് ചെയ്യും, ഫ്ലൂയിഡിനെ കടത്തിവിടും. The rotor spins at a speed proportional to fluid velocity. അതായത് ഫ്ലൂയിഡ് വെലോസിറ്റിക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു വെലോസിറ്റിയിലായിരിക്കും റോട്ടർ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. And sensors detecting this rotation and convert it into electrical signal. അതായത് റോട്ടറിൽ മൗണ്ട് ചെയ്തിട്ടുള്ള സെൻസർ എന്ത് ചെയ്യും, ഈ പറയുന്ന റൊട്ടേഷൻ സെൻസ് ചെയ്തുകൊണ്ട് ആ റൊട്ടേഷൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് മാറ്റും. The frequency of this signal is directly measured using the frequency of the signal is directly related to the flow rate. അതായത് നമ്മൾ ഇവിടെ ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ ഫ്രീക്വൻസി നമ്മൾ മെഷർ ചെയ്യും. ആ ഫ്രീക്വൻസിയും അവിടെ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന പ്രഷറും എന്താണ്, വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. ഇറ്റ് ഈസ് ഹൈലി അക്യുറേറ്റ് ബട്ട് വർക്ക്സ് ബെസ്റ്റ് വിത്ത് ക്ലീൻ ലോ വിസ്കോസിറ്റി ഫ്ലൂയിഡ്. ലോ വിസ്കോസിറ്റി ഫ്ലൂയിഡ്സ് ആണ്, അല്ലെങ്കിൽ ക്ലീൻ ഫ്ലൂയിഡിലാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇത് സൂട്ടബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇത് അക്യുറേറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് അൾട്രാസോണിക് ഫ്ലോ മീറ്റർ. അൾട്രാസോണിക് ഫ്ലോ മീറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫ്ലോ മീറ്റർ ദാറ്റ് മെഷേഴ്സ് ഫ്ലോ യൂസിങ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ് ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ മെഷർമെന്റ് നടത്തുന്ന ഡിവൈസിനാണ് നമ്മൾ അൾട്രാസോണിക് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. Two transducers send and receive ultrasonic pulses across the fluid. രണ്ട് ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യും, ഈ പറയുന്ന ഫ്ലൂയിഡിനകത്തേക്ക് ഇലക്ട്രോണിക് പൾസ്, അൾട്രാസോണിക് പൾസ് അയച്ചുകൊണ്ടേയിരിക്കും.
the time difference, that is the transit time, or frequency shift, that is the Doppler method, is usually used for measurement of pressure. The time difference is proportional to the fluid velocity. Okay, നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ അതിനകത്ത് അൾട്രാസോണിക് പൾസ് അയച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിന്റെ ടൈം ഡിഫറൻസ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അവിടെ എത്തിത്തിരിച്ചു വരാൻ എത്ര സമയം എടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ആ ഒരു റെസ്പോൺസിൽ നിന്ന് ഫ്രം ദ വെലോസിറ്റി ടു ഫ്ലോ റേറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ഏരിയ. അപ്പൊ വെലോസിറ്റി നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഏരിയ വെച്ചുകൊണ്ട് നമുക്ക് ക്യൂ നമുക്ക് കണ്ടുപിടിക്കാം, ഡിസ്ചാർജ് അല്ലെങ്കിൽ വോളിയം ഫ്ലോ റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് അബൌട്ട് അൾട്രാസോണിക് ഫ്ലോ മീറ്റർ. ഇനി വരുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ. ദിസ് ഇസ് എ വെലോസിറ്റി ബേസ്ഡ് നോൺ ഇൻട്രൂസീവ് ടൈപ്പ് ഫ്ലോ മീറ്റർ ബേസ്ഡ് ഓൺ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് വെലോസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള നോൺ ഇൻട്രൂസീവ് ആയിട്ടുള്ള ടൈപ്പ് ആണ് എന്ത്, നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. When a conductive fluid flows through a pipe with magnetic field applied perpendicular to the flow, a voltage is induced and this induced voltage is proportional to the velocity. When a conductive fluid flows through a pipe with a magnetic field applied perpendicular to flow, അതായത് കണ്ടക്റ്റീവ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കണ്ടക്റ്റീവ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പാസ് ത്രൂ എ പൈപ്പ് വിത്ത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് പെർപെൻഡിക്കുലർ ടു ദി ഫ്ലോ. ഒരു ഫ്ലൂയിഡ് ഒരു പൈപ്പിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആക്കി എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. The voltage is induced and this induced voltage is proportional to the fluid velocity. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന വഴി എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന വഴി അവിടെ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ആവും. ഈ പറയുന്ന ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിനെ നമ്മൾ കൺവെർട്ട് ചെയ്തുകൊണ്ട് ഫ്ലൂയിഡ് വെലോസിറ്റി, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്ലൂയിഡ് വെലോസിറ്റി. അപ്പോൾ അത് എന്താണ്, ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണേറ്റ് ആണ്. സോ ദാറ്റ് വി ആർ കാൽക്കുലേറ്റിംഗ് ദ EMF ഈസ് ഈക്വൽ ടു B into L into B, where B is the magnetic flux density, E is the EMF and L is the electrode spacing and last is the ഫ്ലൂയിഡ് വെലോസിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പൊ പഠിച്ചു ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ നോസില് വെഞ്ചൂറി മീറ്റർ. ഫ്ലോ മെഷർമെന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒരു ഫേസ് മീറ്റർ, വെഞ്ചൂറി മീറ്റർ, അതുപോലെ തന്നെ ഫ്ലോ നോസില്, അതുപോലെ വേരിയബിൾ ഏരിയ ഫ്ലോ മീറ്റർ, ദാറ്റ് ഈസ് റോട്ടാമീറ്റർ, ദെൻ ടർബൈൻ ഫ്ലോ മീറ്റർ, ദെൻ അൾട്രാസോണിക് flow meter, then last one is the electromagnetic flow meter. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രഷർ മെഷർമെന്റിലും അതുപോലെ ഫ്ലോ മെഷർമെന്റിലും നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെഷർമെന്റിൽ ലെവൽ മെഷർമെന്റ് ആണ്. ലെവൽ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ലെവൽ മെഷർമെന്റ് ഡിറ്റർമൈൻസ് ദ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് ഓർ മെറ്റീരിയൽ ഇൻ ടാങ്ക്സ് ഓർ വെസൽസ്. അതായത് ടാങ്കിലോ അല്ലെങ്കിൽ ലാർജ് വെസൽസിലോ വാട്ടറിന്റെ അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ ലെവൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെവൽ മെഷർമെന്റ് ചെയ്യുന്നത്. അപ്പോ ഏതൊക്കെയാണ് ലെവൽ മെഷർമെന്റിനുള്ള മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ഹൈഡ്രോസ്റ്റാറ്റിക് ഓർ പ്രഷർ ബേസ്ഡ് മെത്തേഡ്. This method measures liquid level by sensing pressure at the tank bottom, which is a simple and widely used method but depends on the fluid density. അതായത് ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ പ്രഷർ ബേസ്ഡ് മെത്തേഡിൽ ചെയ്യുന്ന പറയുമ്പോൾ ലിക്വിഡ് ലെവൽ മെഷർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ പ്രഷർ സെൻസേഷൻ അറ്റ് ദ ടാങ്ക് ബോട്ടം. ടാങ്കിന്റെ അടിഭാഗത്തുള്ള പ്രഷർ സെൻസ് ചെയ്തുകൊണ്ട് പ്രഷർ മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് P is equal to rho into G into H, ഹൈഡ്രോസ്റ്റാറ്റിക് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രഷർ മെഷർ ചെയ്യുന്ന മെത്തേഡാണ് ഇത് ഹൈഡ്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ പ്രഷർ ബേസ്ഡ് മെത്തേഡ്. ഇനി അടുത്തത് ഫ്ലോട്ട് ടൈപ്പ് മെത്തേഡ്. In float type method, a float rises or falls with liquid level, mechanically linked to a gauge or sensor, reliable for clean fluids but not suitable for dirty or viscous fluids. അതായത് ഒരു ഫ്ലോട്ട് ആക്ച്വലി ആ ഒരു മെഷർമെന്റ് ജാർ ഫ്ലോട്ട് റൈസസ് ഓർ ഫോൾസ് വിത്തിൻ ദ ലിക്വിഡ് ലെവൽ, മെക്കാനിക്കലി ലിങ്ക്ഡ് ടു എ ഗേജ് ഓർ സെൻസർ. ദെൻ അതായത് ഈ ഫ്ലോട്ടിന്റെ ലെവൽ അനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഫ്ലോട്ട് ഏത് ലെവലിലാണോ നിൽക്കുന്നത് റൈസ് ചെയ്തിട്ട് വാട്ടറിന്റെ
ലെവലിനനുസരിച്ച് റൈസ് ചെയ്തുകൊണ്ട് ഏത് ലെവലിലാണോ ഫ്ലോട്ട് നിൽക്കുന്നത് അതിനനുസരിച്ച് പ്രഷർ മെഷർ ചെയ്യാൻ ലെവൽ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇത് ഫ്ലോട്ട് ടൈപ്പ്. ഓക്കെ, ദെൻ മൂന്നാമത്തേത് capacitance type, where the level changes alter capacitance between probe and tank wall, works for liquids and solids. അതായത് ഇവിടെ നമ്മൾ കപ്പാസിറ്റൻസിന്റെ ചേഞ്ച് അനുസരിച്ചിട്ടാണ് നമ്മൾ ലെവൽ മെഷർ ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് ടൈപ്പിൽ ലെവൽ ചേഞ്ചസ് ഓൾട്ടർ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ദ പ്രോബ് ആൻഡ് ടാങ്ക് വോൾ. ഒരു ടാങ്കിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രോബും അതുപോലെ ടാങ്കിന്റെ വാളും തമ്മിലുള്ള കപ്പാസിറ്റൻസ്, ഈ രണ്ടും കപ്പാസിറ്റേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ രണ്ടും തമ്മിലുള്ള കപ്പാസിറ്റൻസ് ചേഞ്ച് വരുന്നു. എങ്ങനെ ലെവൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിൽ വരുന്ന കപ്പാസിറ്റൻസ് ചേഞ്ച് വരുന്നതനുസരിച്ചുള്ള ലെവൽ മെഷർമെന്റ് ആണ് ഇത് കപ്പാസിറ്റൻസ് ടൈപ്പില്. നാലാമത്തേത് അൾട്രാസോണിക് മെത്തേഡ് ആണ്. അൾട്രാസോണിക്കിൽ സെൻസ് സൗണ്ട് ഓർ മൈക്രോവേവ് പൾസസ്, മെഷേഴ്സ് റിഫ്ലക്ഷൻ ടൈം ഫ്രം ദ ലിക്വിഡ് സർഫസ്. ലിക്വിഡ് സർഫസിൽ നിന്നുള്ള നിങ്ങൾ അൾട്രാസോണിക് അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ മൈക്രോവേവ്സ് നമ്മൾ വെള്ളത്തിന്റെ സർഫസിലേക്ക് അയച്ചുകൊണ്ട് അതിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ, ആ റിഫ്ലക്ഷൻ എടുക്കുന്ന ടൈം, ആ ടൈം അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ലെവൽ മെഷർമെന്റ് ചെയ്യുന്നത്. അതൊരു നോൺ കോണ്ടാക്ട് മെത്തേഡ് ആണ്, അക്യുറേറ്റ് ആണ്, ബട്ട് കോസ്റ്റ്ലി ആൻഡ് അഫക്റ്റഡ് ബൈ ഫോം ഓർ വേപ്പർ. അതായത് ലിക്വിഡ് സർഫസ് ക്ലിയർ ആയിരിക്കണം. ലിക്വിഡ് സർഫസിൽ ഫോംസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും വേപ്പറിന്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് അക്യുറേറ്റ് ആയിരിക്കില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് അൾട്രാസോണിക് മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡാണ് റഡാർ ഓർ മൈക്രോവേവ് ലെവൽ മെഷർമെന്റ്. യൂസസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ടു ഡിറ്റക്ട് ലെവൽ, ഹൈലി അക്യുറേറ്റ് ആൻഡ് നോൺ കോണ്ടാക്ട്. നമ്മൾ അൾട്രാസോണിക്കിൽ പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ നമ്മൾ സൗണ്ട് വേവ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. റഡാർ ഓർ മൈക്രോവേവ് ലെവൽ മെഷർമെന്റ് യൂസസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ടു ഡിറ്റക്ട് ദ ലെവൽ, ഹൈലി അക്യുറേറ്റ് ആൻഡ് നോൺ കോണ്ടാക്ട്. ഇത് ഇതിന് മുന്നേ പറഞ്ഞ പോലെ സിമിലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ഈ ആറാമത്തേത് കണ്ടക്ടിവിറ്റി ടൈപ്പ് മെഷർമെന്റ് ആണ്. ഡിറ്റക്ട്സ് ലെവൽ വെൻ ലിക്വിഡ് കംപ്ലീറ്റ്സ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. അതായത് ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. കപ്പാസിറ്റി ലെവൽ മെഷർമെന്റിൽ ഡിറ്റക്ട്സ് ലെവൽ വെൻ ലിക്വിഡ് കംപ്ലീറ്റ്സ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ഇവിടെ ഇലക്ട്രോഡ് കാണിച്ചിട്ടുണ്ട്. കപ്പാസിറ്റൻസ് സെൻസർ ഓർ പ്രോബ്, അതുപോലെ ഔട്ടർ ഷെല്ല്, അതുപോലെ തന്നെ ഇന്നർ ഷെല്ല്. ഓക്കെ, ഇതേപോലെ വെസൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ഇത് കണ്ടക്റ്റീവ് ലിക്വിഡ് അല്ലെങ്കിൽ കണ്ടക്റ്റീവ് ഫ്ലൂയിഡ്സിന് മാത്രമേ നമുക്ക് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതായത് കണ്ടക്റ്റീവ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഡിറ്റക്ട്സ് ലെവൽ വെൻ ലിക്വിഡ് കംപ്ലീറ്റ്സ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ഈ പറയുന്ന കപ്പാസിറ്റൻസ് പ്രോബും അതുപോലെ ടാങ്കിന്റെ വോളും തമ്മിലുള്ള ഒരു രണ്ട് ഇലക്ട്രോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന കണ്ടക്റ്റീവ് ലിക്വിഡ് അല്ലെങ്കിൽ കണ്ടക്റ്റീവ് ഫ്ലൂയിഡിന് ഇടയിൽ കൂടെ കറണ്ട് പാസ് ചെയ്തുകൊണ്ട് ഇത് ഫുൾ ആയിട്ട് ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ലെവൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് കണ്ടക്ടിവിറ്റി ടൈപ്പിൽ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലെവൽ മെഷർമെന്റിൽ പറയാനുള്ളത്. ഇനി അടുത്ത് വരുന്നത് മെഷർമെന്റ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്നുള്ളത് നമുക്കറിയാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് the ratio of density of a substance to the density of a reference substance, usually water at 4 degrees Celsius for liquids and air for gases. അതായത് ഇവിടെ ഒരു റെഫറൻസ് സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ആയിട്ട് നമ്മൾ ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി നമ്മൾ കമ്പയർ ചെയ്യുന്നു. ആ റേഷ്യോ എടുക്കുമ്പോഴാണ് നമ്മൾ അതിനെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ലിക്വിഡ്സിന്റെ കേസിലാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പൊ ലിക്വിഡ്സിന്റെ കേസിൽ നമ്മൾ വാട്ടർ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആയിട്ട് എടുക്കുന്നത്. അതേപോലെ തന്നെ എയറിന്റെ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ഗ്യാസിന്റെ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എയർ. അപ്പൊ ഈ ഡെൻസിറ്റി തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഏതൊക്കെ രീതിയിലാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് ഓഫ്ലൈൻ ഡയറക്റ്റ് മെത്തേഡ് ആണ്. ഇൻ ഓഫ്ലൈൻ മെത്തേഡ് ദ സാമ്പിൾ ഈസ് ടേക്കൺ ഔട്ട് ഓഫ് ദ പ്രോസസ് ആൻഡ് ടെസ്റ്റഡ് സെപ്പറേറ്റ്ലി ഇൻ ദ ലബോറട്ടറി. അതായത് ഒരു പ്രോസസ് സ്ട്രീമിൽ നിന്ന് നമ്മൾ ഒരു സാമ്പിൾ എടുത്തുകൊണ്ട് അത് ലാബോറട്ടറിയിൽ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഓഫ്ലൈൻ മെത്തേഡ്. ദിസ് മെത്തേഡ് ഓഫേഴ്സ് ഹൈ അക്യുറസി ആൻഡ് കൺട്രോൾഡ് കണ്ടീഷൻസ് ആൻഡ് ഡീറ്റെയിൽഡ് അനാലിസിസ്. അതായത് ഹൈ അക്യുറസി കൂടുതലായി, കാരണം നമ്മൾ ലാബിലേക്ക് സാമ്പിൾ എടുത്തുകൊണ്ടുപോയി നമ്മളുടെ കൺട്രോൾഡ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ പ്രഷർ, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് അതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ ദ ഡീറ്റെയിൽഡ് അനാലിസിസ്. അപ്പൊ അക്യുറേറ്റും ആണ്, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഓഫ്ലൈൻ മെത്തേഡ്സ് വർക്ക്ഔട്ട് എന്ന് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോമീറ്റർ. ഇറ്റ് ഈസ് എ ഫ്ലോട്ടിംഗ് ഇൻസ്ട്രുമെന്റ്, ദാറ്റ് ഈസ് ദ കാലിബ്രേറ്റഡ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാങ്കിലെല്ലാം എന്താ പറയാ
വാട്ടർ ലെവൽ അറിയുന്നതിന് വേണ്ടി നമ്മൾ ഇടുന്ന ഒരു ടൈപ്പ് സാധനമാണ് ഇത് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫ്ലോട്ടിംഗ് ഇൻസ്ട്രുമെന്റ് ഓർ കാലിബ്രേറ്റഡ് ഫ്ലോട്ട് ദാറ്റ് സിങ്സ് മോർ ഇൻ ലോ ഡെൻസിറ്റി ലിക്വിഡ്സ് ആൻഡ് ലെസ് ഇൻ ഹൈ ഡെൻസിറ്റി ലിക്വിഡ്. അതായത് ഹൈ ഡെൻസിറ്റി ലിക്വിഡിൽ വളരെ കുറച്ച് മാത്രം ഫ്ലോട്ട് ചെയ്യുന്നതും അതേപോലെ ലോ ഡെൻസിറ്റി ലിക്വിഡ്സിൽ വളരെ കൂടുതൽ ഫ്ലോട്ട് ചെയ്യുന്നതുമായ ഒരു കാലിബ്രേറ്റഡ് ഫ്ലോട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്. The depth to which the hydrometer sinks in a liquid indicates its specific gravity directly on the scale marked on the stem. അതായത് ആ ഒരു ഹൈഡ്രോമീറ്ററിലുള്ള സ്റ്റെമ്മിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി റീഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? The depth to which the hydrometer sinks in a liquid. അതായത് ഈ ഫ്ലോട്ട് ആ ഒരു ലിക്വിഡിൽ എത്രത്തോളമാണോ സിങ്ക് ചെയ്യുന്നത് ആ ഡെപ്ത് ഓഫ് സിങ്കിങ് അനുസരിച്ച് നമുക്ക് ആ കാലിബ്രേറ്റഡ് സ്കെയിലിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു ഡയറക്റ്റ് മെത്തേഡാണ്. ഈ മെത്തേഡ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് പെട്രോളിയം ഇൻഡസ്ട്രി, അതുപോലെ ബാറ്ററി ആസിഡ് ടെസ്റ്റിംഗ്, അതുപോലെ ബ്രൂയിങ്, അതുപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ, ഇങ്ങനെയെല്ലാം ഈ പറയുന്ന മേഖലകളിലെല്ലാം ഈ പറയുന്ന ഹൈഡ്രോമീറ്റർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനായിട്ട്. ക്വിക്കസ്റ്റ് മെത്തേഡാണ് and it is also inexpensive and easy to use. So that is about specific gravity measurement using hydrometer. ഇനി നെക്സ്റ്റ് വരുന്നത് pycnometer. Pycnometer is a small calibrated glass flask usually measuring 10 to 15 ml used to determine the specific gravity or density of the liquid. അതായത് ഒരു കാലിബ്രേറ്റഡ് ഗ്ലാസ് ഫ്ലാസ്ക് ആണ്. 10 മുതൽ 50 ml വരെ വോളിയം ഉള്ള ഒരു കാലിബ്രേറ്റഡ് ഗ്ലാസ് ഫ്ലാസ്ക് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കമ്പയറിംഗ് ദ വെയിറ്റ് ഓഫ് എ നോൺ വോളിയം ഓഫ് ലിക്വിഡ് വിത്ത് ദ വെയിറ്റ് ഓഫ് ദ സെയിം വോളിയം ഓഫ് വാട്ടർ. അതായത് ആദ്യം നമ്മൾ ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് മൈനസ് വെയിറ്റ് ഓഫ് ദ ബോട്ടിൽ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ മൈനസ് വെയിറ്റ് ഓഫ് ബോട്ടിൽ. ആദ്യം നമ്മൾ ലിക്വിഡ് ഒന്നും ഇല്ലാതെ ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് ആ ബോട്ടിലിന്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നു വിത്തൗട്ട് ദ ലിക്വിഡ്. അതുപോലെ ലിക്വിഡ് ഫില്ല് ചെയ്തുകൊണ്ട് അതിന്റെ വെയിറ്റ് എത്രയാണോ നോക്കുന്നു. അതേപോലെ തന്നെ ആ ലിക്വിഡിൽ നമ്മൾ വാട്ടറും ഫില്ല് ചെയ്തുകൊണ്ട് അതിന്റെ വെയിറ്റ് നോക്കുന്നു. അങ്ങനെ ഈ പറയുന്ന വെയിറ്റിന്റെ എല്ലാം ഡിഫറൻസിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് മൈനസ് വെയിറ്റ് ഓഫ് ദ ബോട്ടിൽ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ മൈനസ് വെയിറ്റ് ഓഫ് ദ ബോട്ടിൽ. ഓക്കെ, ഇതാണ് നമ്മൾ പൈക്നോമീറ്ററിൽ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തേത് കുറച്ച് ഓൾഡസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, ഒരു മോഡേൺ മെത്തേഡ് അല്ല, പക്ഷേ കൺവെൻഷണൽ മെത്തേഡാണ്. Dust balance, a laboratory equipment used to measure the specific gravity of the liquid. Laboratory method ആണ്. It is based on Archimedes principle. നമ്മൾ കേട്ടിട്ടുണ്ടാവും Archimedes principle എന്താണെന്നുള്ളത്. The buoyant force on a body immersed in a fluid is equal to weight of the fluid displaced. അതായത് വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയിൽ ഉള്ള buoyant force എന്ന് പറയുന്നത് എത്ര ലിക്വിഡ് ആണോ ഡിസ്പ്ലേസ് ആവുന്നത് അതിന്റെ ലിക്വിഡിന്റെ വെയിറ്റിന് അനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. അതാണ് ആർക്കിമെഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. The equipment consists of a float or a glass sinker suspended from one arm of a balance. The float is immersed in the liquid chamber. ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലോട്ട് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ ഫ്ലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെയിങ് ബാലൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആം വഴി ഒരു വെയിങ് ബാലൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. Small calibrated weights called riders are placed on the balance arm until the equilibrium is reached. അപ്പൊ ഇവിടെ ഒരു ഫ്ലോട്ട് ഇവിടെ മുങ്ങി പോകുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ഒരു ബാലൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാലൻസിൽ നമ്മൾ ഒരുപാട് വെയിറ്റുകൾ അതിന് നമ്മൾ പറയുന്നത് റൈഡേഴ്സ് എന്നാണ് പറയുന്നത്. റൈഡേഴ്സ് ആർ പ്ലേസ്ഡ് ഓൺ ദ ബാലൻസ് ആം until the equilibrium is reached. അതായത് നമ്മളിവിടെ സിങ്ക് ചെയ്ത് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ ബാലൻസ് താഴ്ന്നു വരും. അതിനനുസരിച്ച് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ റൈഡേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വെയിറ്റ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഈക്വിലിബ്രിയം പൊസിഷൻ എത്തുന്ന വരെ നമ്മൾ വെയിറ്റ് ആഡ് ചെയ്യുന്നു. ആ ഈക്വിലിബ്രിയം പൊസിഷൻ, the position of the riders directly indicates the specific gravity of the liquid. അപ്പൊ ഈക്വിലിബ്രിയം പൊസിഷനിൽ ആ റൈഡേഴ്സിന്റെ പൊസിഷൻ എന്താണോ അതാണ് നമുക്ക് ആ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് പറയപ്പെടുന്നത്. അപ്പൊ ഈ മൂന്ന് മെത്തേഡാണ് നമുക്ക് ഓഫ്ലൈൻ ഡയറക്റ്റ് മെത്തേഡിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിഫ്രാക്ടോമീറ്റർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൂടെ അവൈലബിൾ ആണ്. റിഫ്രാക്ടോമീറ്റർ മെത്തേഡും ഓഫ്ലൈൻ മെത്തേഡ് തന്നെയാണ്, പക്ഷെ ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടല്ല നമ്മളിപ്പോ ഈ പറയുന്ന കഴിഞ്ഞ മെത്തേഡുകളിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്. ഇത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ലിക്വിഡ്. ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ലിക്വിഡിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യാനുള്ള ഉപകരണമാണ് ഇത് റിഫ്രാക്ടോമീറ്റർ.
when light passes through the sample, it bends at an angle that depends on the liquid composition and density. അതായത് നമ്മൾ ഒരു ലിക്വിഡിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് ബെൻഡ് ആവുന്നുണ്ട്. ആ ലൈറ്റ് ഏത് ആംഗിളിലാണ് ബെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ലിക്വിഡിന്റെ കമ്പോസിഷനും അതുപോലെ തന്നെ ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ കോമ്പോസിഷൻ ഡെൻസിറ്റി മാറുന്നതനുസരിച്ച് ലിക്വിഡ് ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന ആംഗിൾ മാറും. ദിസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് is then correlated with the concentration or specific gravity using calibration charts. അപ്പോൾ നമ്മൾ ഏത് ആംഗിളിലാണോ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ഈ റിഫ്രാക്ടോമീറ്ററിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയോ യൂസ് ചെയ്ത് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ കോറിലേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാലിബ്രേഷൻ ചാർട്ട്സ് അവൈലബിൾ ആണ്. ഈ ചാർട്ട്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നു. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ നിന്ന് കറസ്പോണ്ടിങ് എത്രയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്നുള്ള കാലിബ്രേഷൻ ചാർട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ refractometer is being used for measurement of specific gravity. It is widely used in food, beverage and pharmaceutical industries because it is quick, simple and requires only a small sample. ഇതാണ് നമുക്ക് ഓഫ്ലൈൻ മെത്തേഡ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഓൺലൈൻ മെത്തേഡ്സ് ഓഫ് മെഷർമെന്റ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓൺലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൺ ഡയറക്ട്ലി ഇൻ ദ പ്രോസസ് ലൈൻ കണ്ടിന്യൂസ്ലി ഓർ ഇൻ റിയൽ ടൈം. അതായത് ഒരു പ്രോസസ് സ്ട്രീമിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓൺലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ ഡയറക്റ്റ് മെത്തേഡാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനും മെഷർമെന്റ് എടുക്കാനും പറ്റും. അങ്ങനെ മെത്തേഡാണ് ഓൺലൈൻ മെത്തേഡ് ആയിട്ട് പറയുന്നത്. ഒന്നാമത്തേത് ഡിജിറ്റൽ ഡെൻസിറ്റി മീറ്റർ അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് യൂട്യൂബ് മെത്തേഡ് എന്ന് പറയും. It is based on the natural frequency of vibration of a U-shaped tube filled with liquid. It is based on natural frequency of vibration of a U-shaped tube filled with liquid. ഒരു U-shaped ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് അതിനെ ഓസിലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്നു. ആ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മെഷർമെന്റ് മെത്തേഡാണ് ഇത് ഓസിലേറ്റിംഗ് യൂട്യൂബ് മെത്തേഡ്. The tube is excited to oscillate mechanically and the oscillation frequency depends on the mass of the fluid inside which is directly related to its density. The tube is excited to oscillate mechanically and oscillation frequency depends on the mass of the fluid inside which is directly related to its density. അതായത് ഒരു യൂട്യൂബ് യൂട്യൂബിനെ ഒരു യു ഷേപ്പിലുള്ള ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെക്കാനിക്കൽ ആയിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്യുമ്പോൾ അത് ഓസിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആൾറെഡി ഒരു ഫ്ലൂയിഡ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാകും. ആ ഫ്ലൂയിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഓസിലേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, അതിനകത്തുള്ള ഡെൻസിറ്റി മാറ്റം വരും. ഓക്കെ, ദ ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻസൈഡ് വിച്ച് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് ഡെൻസിറ്റി. കാരണം ആ ട്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. സോ മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. സോ ഓസിലേറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതിന്റെ ഡെൻസിറ്റിക്ക് മാറ്റം വരും. സോ വെൻ റോ ഇൻക്രീസസ് ദ ഓസിലേഷൻ സ്ലോസ്. അപ്പോൾ ഡെൻസിറ്റി കൂടുമ്പോൾ, അതായത് ഗ്ലാസ് ട്യൂബിനെ കാട്ടി ഡെൻസർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് നമ്മൾ അതിനകത്ത് ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കൂടുന്നത്, അതായത് ഓസിലേഷന്റെ ഡെൻസിറ്റി ലിക്വിഡിന്റെ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഓസിലേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് സ്ലോ ഡൗൺ ആവും. ബൈ മെഷറിംഗ് ദ ഫ്രീക്വൻസി ദ ഇൻസ്ട്രുമെന്റ് കാൽക്കുലേറ്റ്സ് ദ ഡെൻസിറ്റി ഫ്രം ദാറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി. അതായത് ഡെൻസിറ്റിക്ക് അനുസരിച്ച് ഓസിലേഷൻസ് മാറും. അപ്പൊ നമ്മൾ ഓസിലേഷൻസ് ആണ് അല്ലെങ്കിൽ ഓസിലേഷന്റെ ഫ്രീക്വൻസി ആണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഡെൻസിറ്റി കിട്ടും. ഡെൻസിറ്റിയിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇത് ഓൺലൈൻ മെത്തേഡ് ആണ് ഇത് ഓസിലേറ്റിംഗ് യൂട്യൂബ് മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ന്യൂക്ലിയർ ഡെൻസിറ്റി ഗേജ്. റേഡിയേഷൻ പാസിംഗ് ത്രൂ ദ ഫ്ലൂയിഡ് ഈസ് അബ്സോർബ്ഡ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. അതായത് ഒരു ഫ്ലൂയിഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, റേഡിയേഷൻ പാസ് ചെയ്യുന്നു. റേഡിയോ ആക്റ്റീവ് എലിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫ്ലൂയിഡിലൂടെ നമ്മൾ റേഡിയേഷൻ പാസ് ചെയ്യുന്നു. ആ റേഡിയേഷൻ എന്താണ്, ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. ആ ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആ റേഡിയേഷൻ എന്ത് ചെയ്യും, ഈ ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യും. ദ ഡിറ്റക്ടഡ് റേഡിയേഷൻ ലെവൽ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി എസ്പെഷ്യലി ഇൻ ഹാർഷ് കണ്ടീഷൻസ് ഓർ എൻവയോൺമെന്റ്സ്. എപ്പോഴും നമുക്ക് ആക്സസിബിൾ അല്ലാത്ത അല്ലെങ്കിൽ വളരെ ഹാർഷ് ആയിട്ടുള്ള എൻവയോൺമെന്റ്സിലോ കണ്ടീഷൻസിലോ മാത്രമാണ് നമ്മൾ ന്യൂക്ലിയർ മെത്തേഡ് ഉപയോഗിക്കുന്നത്. റേഡിയേഷൻ പാസ് ചെയ്തുകൊണ്ട് ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ് എത്രത്തോളം റേഡിയേഷൻ ആണോ അബ്സോർബ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് അതിന്റെ ഡെൻസിറ്റി കിട്ടും. ആ ഡെൻസിറ്റിയിൽ നിന്ന് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിയും കൂടെ നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഡെൻസിറ്റി ഗേജ്.
ഇനി മൂന്നാമത്തെ മെത്തേഡാണ് അൾട്രാസോണിക് മെത്തേഡ്. അൾട്രാസോണിക് മെത്തേഡിൽ ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ദ ഫ്ലൂയിഡ് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി. അതായത് നമ്മൾ ഒരു സൗണ്ട് വേവ്, അൾട്രാസോണിക് സൗണ്ട് വേവ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫ്ലൂയിഡിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ദ ഫ്ലൂയിഡ് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി. ബൈ മെഷറിംഗ് ദ സൗണ്ട് വെലോസിറ്റി ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് കണ്ടിന്യൂസ്ലി ഡിറ്റർമൈൻഡ്. അതായത് വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി നമുക്ക് കിട്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് ഓഫ്ലൈൻ മെത്തേഡ് പഠിച്ചു, അതുപോലെ തന്നെ ഓൺലൈൻ മെത്തേഡ് പഠിച്ചു. ഇത് രണ്ടും സിലബസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെഷർമെന്റ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ താങ്ക് യു.